ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഈ ബോട്ടിലാണ്, ഈ ഹൗസ് ബോട്ടിലാണ് നമ്മൾ കിടന്നുറങ്ങിയത്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇന്ന് ചെറിയൊരു ട്രിപ്പ് അങ്ങോട്ടായിട്ടാണ് പോകുന്നത്. അപ്പം പുന്നമട ഫിനിഷിംഗ് പോയിന്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പം രാവിലെ തന്നെ ധാരാളം ഹൗസ് ബോട്ടുകളൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളതൊക്കെ കണ്ട് സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ സെൻറ്ററാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ മുമ്പോട്ട് പോവാണ്. ധാരാളം ഹൗസ് ബോട്ടുകളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പം രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന ചേട്ടനും ചേച്ചിയുണ്ട്. അപ്പം വരുന്ന വഴിക്ക് ധാരാളം റിസോർട്ടുകൾ കാണാം. അപ്പം പല വലുപ്പത്തിലുള്ള ബോട്ടുകൾ, ഹൗസ് ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പല കമ്പനികളുടെ. അതിലൊക്കെ അപ്പർ ഡെക്കിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നവരെ കാണാം. അതുപോലെ ആലപ്പുഴയുടെ വിവിധതരം ഭംഗി ആസ്വദിച്ചു നിന്ന് ഫോട്ടോ എടുക്കുന്നവരെ കാണാം. അപ്പോൾ നമ്മളും ഈ വൈവിധ്യമാർന്ന കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇപ്പം ധാരാളം ഹോം സ്റ്റേകളൊക്കെ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ പറ്റും. അതുകൂടാതെ പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഈ ബ്രിഡ്ജിൻ്റെ താഴെ നിന്നാണ് തുടങ്ങുന്നത്. ഇതൊരു നടപ്പാലമാണ്, പുതുതായിട്ട് പണിതാണ്. വളരെ മനോഹരമായൊരു നടപ്പാലമാണ്. അവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തുടങ്ങുന്നത് നെഹ്റു ട്രോഫിയുടെ. ഇപ്പം ആലപ്പുഴയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് കൊണ്ട് ജീവിക്കുന്നവരാണ് മിക്കവാറും. ഏകദേശം 50% ആളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹൗസ് ബോട്ടുകളുടെ ചാകരയാണ്. അതുകൊണ്ട് തന്നെ ഈ കായൽ കൊണ്ട് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മീൻ പിടിച്ച് ജീവിക്കുന്നവരുണ്ട്, ഹൗസ് ബോട്ട് കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, ഹോം സ്റ്റേ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, ചെറിയ ചെറിയ ബോട്ടുകൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, വള്ളങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. കിഴക്കിൻ്റെ വെന്നീസ് എന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ ആലപ്പുഴയെ അറിയപ്പെടുന്നത്. മനോഹരമായ കാഴ്ചകൾ. എത്ര ഹൗസ് ബോട്ടുകളാണ് രാവിലെ ഈ 8 മണി സമയമായപ്പോൾ തന്നെ നിരത്തിലിറങ്ങിയിരിക്കുന്നത്. നിരത്തിലിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന അനവധി ഹൗസ് ബോട്ടുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ ആലപ്പുഴ കാണുന്നതിന് വേണ്ടി, ഹൗസ് ബോട്ടിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി എത്തുന്നത്. ഇപ്പം പുന്നമടക്കായലിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിൻറ്റിലോട്ടാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമ്മൾ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. അപ്പം റംദായുടെ ഹോട്ടലുണ്ട്. അതുകൂടാതെ ഫിനിഷിംഗ് പോയിൻറ്റിലോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫിനിഷിംഗ് പോയിൻറ്റിലെ പവലിയനാണ് കാണുന്നത്. ഹൗസ് ബോട്ടൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് കാണത്തില്ല, എന്നാലും അടുത്ത് പോയിട്ട് കാണിക്കാമെന്ന് തോന്നുന്നു. ഇപ്പം നെഹ്റു പവലിയനാണ് കാണുന്നത്. അതിൻ്റെ സമീപത്തോടുകൂടിയാണ് നമ്മൾ പോകുന്നത്. വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിൻ്റാണിത്. ധാരാളം നിരവധി പ്രധാനമന്ത്രിമാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ സന്ദർശിച്ചിട്ടുള്ള, വള്ളംകളി സമയത്തൊക്കെ വന്നിട്ടുള്ള സ്ഥലമാണ്. അതുവഴിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പം നെഹ്റു ട്രോഫിയുടെ ഫിനിഷിംഗ് പോയിൻ്റൊക്കെ പിന്നിട്ട് നമ്മൾ മുമ്പോട്ട് കടന്നു പോവുകയാണ്. നമ്മുടെ ക്രോസ് ഒരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട്. ആ കാണുന്ന റിസോർട്ടാണ് ലേക്ക് പാലസ് എന്ന് പറയുന്ന തോമസ് ചാണ്ടിയുടെ ഒക്കെ ഉടമസ്ഥയിലുണ്ടായിരുന്നതാണ്. ഇപ്പം ഷിജു ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ പുതിയ റിസോർട്ടുകളൊക്കെ വരുന്നതിൻ്റെ കാഴ്ചകളാണെന്ന്. അതേസമയം തന്നെ അലക്സിയേട്ടൻ ഇവിടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ്. ഇപ്പം ആലപ്പുഴയിലെ ഒരുവിധപ്പെട്ട കാഴ്ചകളൊക്കെ, ഹൗസ് ബോട്ടിൻ്റെയും അല്ലാതെയുമുള്ള കാഴ്ചകളൊക്കെ ഒരുപാട് കാണിക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും പുതിയ വീഡിയോകളുമായിട്ട്, പുതിയ സ്ഥലങ്ങളുമായിട്ട് എത്തുന്നതാണ്. താങ്ക് യു.